അത് പണമുള്ളവരല്ലേ കൊടുക്കുന്നത്, ഇല്ലാത്തവർ കൊടുക്കാൻ പറ്റുമല്ലോ. ഈരാറ്റുപേട്ട് പണം കൊടുത്തില്ല. ഈരാറ്റുപേട്ട് ആരും പണം കൊടുക്കില്ല. ഈരാറ്റുപേട്ട് പണം കൊടുത്തിട്ടില്ല എന്ന് മാത്രമല്ല, പണം കൊടുക്കാൻ ഞാൻ ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല. ആരാ പേര്? എനിക്കറിയില്ല അയാളെ. അത് ഷാജിയോ? ഷാജി ആ വൃത്തികളിൽ പോകാൻ നമുക്ക് സാധ്യതയില്ലല്ലോ. ഓടാന്ന് പറയാം ചുമ്മാ കള്ളത്തിനും അല്ലാതെ. ഈ ഛത്തീസ്ഗഡ് വിഷയങ്ങളൊക്കെ ഉണ്ടായി വലിയ ആശങ്കയുണ്ടായിരുന്നു. അതിനുശേഷം ഈ ക്രിസ്മസിനും ഈസ്റ്ററിനും ഒക്കെ വലിയ ബന്ധമുണ്ടാക്കാൻ BJP നേതൃത്വം ശ്രമിക്കുന്ന ഒരു കാഴ്ച, സഭയുമായിട്ട് അടുക്കാൻ ശ്രമിക്കുന്ന ഒരു കാഴ്ച കണ്ടു. എന്താണ് ഈ തുടർ നിലപാട്? ഞങ്ങളുടെ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ എല്ലാ മതവിഭാഗങ്ങളെയും മാന്യമായി കൊണ്ടു നടക്കണമെന്നാണ് BJPയുടെ ലക്ഷ്യം. എത്ര ശ്രമിച്ചാലും അത് BJPയെ കുറ്റപ്പെടുത്തണം നിർബന്ധ ബുദ്ധിയുള്ളവരെ അങ്ങനെ ഞങ്ങൾ കൈകാര്യം ചെയ്യും. മനസ്സിലായി? മെത്രാന്മാർ അങ്ങനെ ആഗ്രഹിച്ചാൽ ജനം കേട്ടണ്ടേ? എല്ലാ മെത്രാന്മാരും ഇല്ലല്ലോ, കുറച്ച് മെത്രാന്മാരിൽ ഈ പണി കൊണ്ടിറങ്ങി. ശ്രമം നടത്തിയിട്ട് എന്തുകൊണ്ടാണ് സഭ BJPയുമായിട്ട് അടുക്കാത്തത്? സഭ BJPയുടെ അടുക്കണം നിർബന്ധമില്ലെന്നേ. സഭ അടുക്കേണ്ട ജനം അടുക്കണം, അല്ല സഭ അടുക്കണ്ട. സഭ വേറെ, ജനം ക്രിസ്ത്യാനി വോട്ട് കിട്ടാതെ ഞാനിങ്ങനെ ജയിക്കുന്നത് ഇവിടെ? ഉറപ്പാണ്. ആശങ്കയും കൊണ്ട് അവർ വീട്ടിൽ പോയി ഇരുന്നുണ്ടാ മതി. ആശങ്കയായിട്ട് സംശയം എന്താ? ഇവിടെ വിദേശത്ത് വരുന്ന പണത്തിന്റെ കണക്ക് കൊടുക്കണമെന്ന് ഞാൻ ഇത്ര വിഷമം. അപ്പം മോട്ടിക്ക് യാതൊന്നല്ലേ ഇതിനർത്ഥം? ഇതിന് ആശങ്ക സഭയ്ക്കുണ്ടെന്ന് പറഞ്ഞാൽ സഭ തെറ്റ് ചെയ്യുന്നില്ലേ അർത്ഥം? എനിക്ക് അപമാനം തോന്നുക. കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുവരുന്ന നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത് വിദേശത്തു നിന്ന് വരുന്ന പണം അത് എന്തിനു വേണ്ടി ചെലവഴിക്കുന്നു അതിന് കണക്ക് കൊടുക്കണം, അത്രേ ഉള്ളൂ. കത്തോലിക്ക സഭ ആശങ്ക പറഞ്ഞപ്പോൾ അവരെ വിളിച്ച് സംസാരിച്ച് മെത്രാന്മാരോട് സംസാരിച്ച് അവർ പറഞ്ഞു, നിങ്ങൾ കണക്കിങ് എന്ന് വെച്ചാൽ മതി, ഞങ്ങൾ അപ്രൂവ് ചെയ്തോളാം. അതിനെ കണക്ക് കൊടുക്കാൻ എത്ര മടി? എന്റെ പൊന്നുമാനെ, നിന്നെ പോലെ മടയാനല്ലോ നീ. ഒരു ഏത് പത്രമാണ്? അങ്ങനെ ഒരു ഊളത്രം പറയും. അതൊന്നും ഞാൻ എൻ്റെ അടുത്ത് വേണ്ട. അങ്ങനെ നീ കണക്കാക്കിക്കും, ഞാൻ സമ്മതിച്ചിരിക്കുന്നു. പ്രശ്നം തീർന്നല്ലോ. 4-ാം തീയതി കാണണം ആ മോന്ത, അത്ര കൊടുക്കും. 20,000 വോട്ടിന് ഭൂരിപക്ഷം ജയിക്കും. സംശയമുണ്ടോ? എൻ്റെ അഭിപ്രായത്തിൽ ഈ മെത്രാന്മാർ ഇങ്ങനെ മൂളത്തരം കൊണ്ട് നടക്കാൻ പാടില്ല. അത് ശരിയല്ല, ആ നടപടി തെറ്റാണ്. ഏത് പ്രശ്നത്തിനും പരിഹാരം ഉണ്ടാക്കുന്ന അമിത്ഷാ പറഞ്ഞു, റിജ്ജു പറഞ്ഞു, പ്രധാനമന്ത്രി പറഞ്ഞു. എന്നിട്ടും പോരെ പിന്നെ ആരാ? പിന്നെ മെത്രാന്മാരുടെ കാരണന്മാരും ഒന്നും പറയണം. നീ മനസ്സിലായില്ല? വില വരും. സഭയ്ക്ക് വേണ്ടെന്നോ? ഞങ്ങളെ വേണ്ടാത്തവരെ ഞങ്ങൾക്ക് വേണ്ട സംശയം വല്ലതും ഉണ്ടോ? തീർച്ചയായിട്ടും. അവരെന്നാ കുന്തം പണിയാനാ? അവരെന്നാ പണിയാനാ? ഇവിടെ പണിതിട്ട് എന്നാ കിട്ടി? ഇവിടെ സിസ്റ്റേഴ്സിന് വരെ വിളിച്ച് പറഞ്ഞല്ലോ വോട്ട് ചെയ്യാൻ. ചെയ്തോ? ആ പറഞ്ഞ സിസ്റ്റേഴ്സല്ലേ എന്നോട് പറഞ്ഞ് ഇങ്ങനെ വിളിച്ച് പറഞ്ഞെന്ന്. അവരെല്ലാം നമുക്ക് വോട്ട് ചെയ്തു. പണ്ടായിരുന്നു ഈ മെത്രാനും കുത്രാനും ഒക്കെ പറഞ്ഞ വെച്ച് മഴ വോട്ട് ചെയ്യുന്നത്. ഇപ്പം ആരും കിട്ടുകയില്ല. മുസ്ലിം ന്യൂനപക്ഷം അതിനെപ്പറ്റി പറഞ്ഞാൽ ഈരാറ്റുപേട്ട ആക്കിയവണ ഞാൻ. ആ നന്ദിയില്ലാതെ എന്നോട് പെരുമാറുന്നത് ശരിയാണെന്ന് ഈരാറ്റുപേട്ട മുസ്ലിങ്ങൾ ചർച്ച ചെയ്യട്ടെ. ഞാൻ അതിനെപ്പറ്റി അഭിപ്രായം പറയുന്നു. അവർ ചർച്ച ചെയ്യട്ടെ. അവന് തലയ്ക്ക് സ്ഥിരമില്ലാത്തതുകൊണ്ട് പറയുന്ന മനെ. ഞാൻ അവിടെ എനിക്കറിയത്തില്ല അയാൾ എന്നാണ്. ചുമ്മാ കയറി പോലീസ് ഒരു സർക്കിൾ ഇപ്പോഴത്തെ അയാൾ അവൻ അടിയുണ്ടാക്കി എൻ്റെ കുഴപ്പമാണ്. ഞാൻ പറഞ്ഞു അവനോട് പോലീസ് ദിവസം എന്നതാ സംഭവം? 100 മീറ്റർ അകലെയേ പോളിംഗ് ബൂത്ത് 100 മീറ്റർ അകലെയേ പാടുള്ളൂ എന്ന ഈ പരസ്യം 50 മീറ്റർ കൊണ്ട് ബൂത്തിട്ടിരിക്കുക. മാറ്റാതിരിക്കാൻ പറ്റുമോ? അവിടെ ചെയ്യുന്ന എല്ലാവരെയും മാറ്റി. എല്ലാ പാർട്ടിക്കാരും LDA BJP ഉണ്ടായിരുന്നു, കമ്മ്യൂണിസ്റ്റ് എല്ലാവരും മാറ്റി. ഇവൻ്റെ മാത്രം ഞാൻ MLA മാറ്റി തന്നു. ബോധമുണ്ടോ? എന്നാ ചെയ്യാൻ? മാനസികമായി സംഘർഷത്തിൽപ്പെട്ട് ബോധമില്ല നടക്കായത്. തോറ്റു എന്ന് ഉറപ്പായി 3-ാം സ്ഥാനത്തായത്. അതിൻ്റെ മനപ്രയാസം. ഒരു തിരിച്ചടിയില്ല. എന്താ എല്ലാ മെത്രാന്മാരും ഇറങ്ങാത്ത? ചില മെത്രാന്മാർ
ബൈ ബർത്ത് ചിലർ കോൺഗ്രസ്സാണ്. അവർ മെത്രാനായാലും അവർ മാർപ്പാപ്പ ആയാലും കോൺഗ്രസ് ആയിരിക്കും. അത്രയുള്ള കാര്യം. അത് സാമാന്യ മര്യാദ ഉണ്ടെങ്കിൽ മെത്രാന്മാരൊന്നും രാഷ്ട്രീയത്തിൽ ഇടപെടാതിരിക്കുക. കുഴപ്പമില്ല. ഞാൻ ചോദിക്കട്ടെ, പാലാപ്പിതാവുണ്ടല്ലോ, അങ്ങേരുടെ രാഷ്ട്രീയം അങ്ങനെ വീട്ടുകാരൊക്കെ എനിക്കറിയാം. പുള്ളി ഇന്ന് വരെ ഏതെങ്കിലും രാഷ്ട്രീയം പറഞ്ഞിട്ടുണ്ടോ? പറയാൻ. അതെ 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 അതെ, സഭയ്ക്കെതിരെ അതിന് വട്ടുണ്ടോ? സഭയാ. അതിനകത്ത് ചില മെത്രാന്മാർ കോൺഗ്രസ് കോൺഗ്രസ് ജ്വരം കയറി വിവരക്കേട് വിളിച്ചു പറയുക. അപ്പം നമ്മളതിനെപ്പറ്റി അഭിപ്രായം പറയേണ്ടി വരും. അങ്ങനെയുള്ള അഭിപ്രായം ഇപ്പോൾ പറഞ്ഞു. അല്ലാതെ വിശ്വാസികളെ എവിടെ ചെയ്യാനും ഈ വിശ്വാസി ആരെങ്കിലും കേൾക്കുമോ? ഇത് മെത്രാന്ന് പറഞ്ഞാൽ കേൾക്കുമായിരുന്നു, പിന്നെ എന്ത് എളുപ്പമാണ്. അത് അറിയില്ല. കണക്ക് കാണിക്കാത്തവർക്കെതിരെ നടപടി അപ്പോൾ ഉണ്ടാവുമോ? ഉണ്ടാകണം എന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ്. പിന്നെ സഭയാണെങ്കിലും വേണ്ടില്ല, ആരാണെങ്കിലും വേണ്ടില്ല, വിദേശത്ത് പണം വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് കണക്ക് കാണിക്കണം. അതിനകത്ത് ആദ്യം പ്രതിയാകുമ്പോൾ പിണറായി വിജയനാണ്. മനസ്സിലായില്ലേ? കണക്ക് കാണണം. കണക്ക് കൊടുത്തില്ല പിണറായി വിജയനും അകത്ത് പോകണം. പിണറായി വിജയൻ അകത്ത് കിടന്ന് പടപടപടാതെ പഠിക്കുന്ന കാണാൻ നീ ധൈര്യമായിട്ട്. എനിക്ക് അനുരഞ്ജനമൊന്നുമില്ല. നിയമം വരും, നിയമം പാലിച്ചോളാം എന്ന് പറഞ്ഞാൽ സന്തോഷമായിട്ട് പോവാം. പാലിക്കണമെന്ന് പറഞ്ഞാൽ ബലമായിട്ട് പാലിപ്പിക്കും. അത്രേ ഉള്ളൂ. എൻ്റെ പൊന്നുമോനെ, നീ ഇങ്ങനെ എന്നോട് ചോദിക്കും, ഞാൻ എങ്ങനെ ഖേദിക്കുന്നവനാണോ? പറ. എനിക്ക് ബോധ്യത്തോട് പറഞ്ഞു. അതുകൊണ്ട് ഇവനെങ്ങനെ ഖേദിക്കും? അതല്ല. അതിനകത്ത് ഊളൻ എന്നൊരു വാക്ക് ഉപയോഗിച്ചു. ഒരു മെത്രാനായതുകൊണ്ട് ഊളന് വേണ്ട. അത് ഭയപ്പെടുത്തി. ഊളൻ എന്നുള്ള വിഡ്രോ. ഇപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട്, അത് വിഡ്രോ ചെയ്തിരിക്കുന്നു. ക്രൈസ്തവ സഭാ നേതൃത്വത്തിനെതിരെ ആഞ്ഞടിച്ച് PC ജോർജ് രംഗത്ത് വന്നിരിക്കുകയാണ്. വളരെ മോശം പരാമർശങ്ങളൊക്കെ മെത്രാന്മാർക്കെതിരെ PC ജോർജിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. വളരെ ഗുരുതരമായ പരാമർശങ്ങൾ ഇപ്പോൾ PC ജോർജിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുകയാണ്. മെത്രാന്മാർക്കെതിരെ നാണം കെട്ടവന്മാർ എന്ന അധിക്ഷേപവുമായി എത്തിയിരിക്കുന്നു PC ജോർജ്. മാത്രമല്ല, അദ്ദേഹം നമുക്ക് പറയാൻ കഴിയാത്ത തരത്തിലുള്ള ചില പരാമർശങ്ങൾ കൂടി, ചില പദപ്രയോഗങ്ങൾ കൂടി PC ജോർജിൻ്റെ ഭാഗത്തു നിന്ന് ഇപ്പോൾ മെത്രാന്മാർക്കെതിരെ വന്നിട്ടുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.